വിശുദ്ധ കുരിശിനാൽ നമ്മെ തന്നെ മുദ്രണം ചെയ്തുകൊണ്ട് ഈ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കടക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മുദ്രയാണല്ലോ നീ എൻ്റെ മേൽ പതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാർക്കും ഇനി എൻ്റെ മേൽ ഒരവകാശവുമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ സൃഷ്ടിയാണ്. പുത്രൻ്റെ രക്തത്തിൻ്റെ വിലയാണ് എൻ്റെ ജീവിതം. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എൻ്റെ ഈ ശരീരം. കണ്ടാലോ, എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളെന്നാണ് നാം വിളിക്കപ്പെടുക. അങ്ങനെയാണ് താനും. ഓ ഈശോയെ, എത്രയോ ശ്രേഷ്ഠമായൊരു ജീവിതമാണ് നീ എനിക്ക് നൽകിയിരിക്കുന്നത്. അൾത്താരയിലെ കാസ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതുപോലെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുദ്രയുള്ള ഞാൻ ദൈവത്തിൻ്റേത് മാത്രമാകുന്നു. ത്രിയേക ദൈവത്തിൻ്റെ മുദ്ര എപ്പോഴും എൻ്റെ നെറ്റിത്തടത്തിലും ഹൃദയത്തിലും അധരത്തിലും ഉണ്ടായിരിക്കട്ടെ. ഒരിക്കലും ഈശോയിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കടങ്ങളേറുമ്പോൾ, പ്രയാസങ്ങൾ ഒത്തിരി വലുതാകുമ്പോൾ ഓടി വരാൻ, ഒന്ന് പൊട്ടിക്കരയാൻ ഈശോയുടെ സന്നദ്ധിയല്ലാതെ മറ്റൊരിടം എനിക്കില്ല. ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികൾ എന്നെ വല്ലാതെ തളർത്തുന്നുണ്ട് നാഥ. ജീവിതം എന്നെ ചിലപ്പോഴൊക്കെ ഒത്തിരി കരയിക്കുന്നുണ്ട്. കൂടെ ആരുമില്ലാത്ത അവസ്ഥ, ഒറ്റപ്പെട്ടതുപോലെയുള്ള തോന്നലുകൾ. ഈശോ പോലും എന്നെ മറന്നുപോയോ? എത്ര പ്രാർത്ഥിച്ചിട്ടും ഈശോ എന്താ കണ്ണു തുറക്കാത്തതെന്നോർത്ത് വിഷമിച്ചു പോയ നിമിഷങ്ങൾ. എല്ലാ വേദനകളിലും ഈശോയെ, നിന്റെ സ്നേഹം അതൊന്നു മാത്രമാണ് എന്നെ അങ്ങയിലേക്ക് വീണ്ടും വീണ്ടും അടുപ്പിക്കുന്നത്. ഇന്ന് നെഞ്ചുപൊട്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സങ്കടങ്ങളിലേക്ക് കർത്താവേ, അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പോകാൻ എനിക്കൊരിടമില്ല. സങ്കടങ്ങൾ പറയാൻ നീ അല്ലാതെ മറ്റാരുമില്ല അപ്പാ. എല്ലാം അറിയുന്ന നിൻ്റെ മുൻപിൽ ഒന്നും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട എന്നെനിക്കറിയാം. എൻ്റെ ഉള്ളുമുള്ളായ്മയും എല്ലാം അങ്ങ് കാണുന്നുവല്ലോ, അറിയുന്നുവല്ലോ. ഏറ്റക്കുറച്ചിലുകൾ ഒരുപാടുള്ള ഈ ജീവിതത്തെ ഇതാ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുവാനായി ഈശോയെ, ഈ പ്രഭാതത്തിൽ അങ്ങ് കടന്നു വരണമേ. മുറിവേറ്റവന്റെ മുറിവാരുണക്കും യേശുനാഥ, അണയാൻ തുടങ്ങുമീ മൺചിരാതിന്റെ അരികിലാരണയും യേശുനാഥ. ആരോടു ചൊല്ലുമീ ദുഃഖങ്ങളൊക്കെയും ശ്രീയേശുനാഥ, പൊന്നുനാഥ. ആരേറ്റെടുക്കുമീ ഭാരങ്ങളൊക്കെയും ആശ്വാസദായക ആത്മനാഥ. ഓരോ പ്രാർത്ഥനയും യഥാർത്ഥത്തിൽ നമ്മുടെ നിലവിളികളാണ്, യാചനകളാണ്, സങ്കടങ്ങളാണ്, വിലാപങ്ങളും കണ്ണീരുകളുമാണ്. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതേക്കുറിച്ച് അങ്ങനെ കൃത്യമായൊരു ധാരണയും വിചാരവുമുണ്ടോ? ജീവിതകാലം മുഴുവൻ നാം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 20-ാം തിരുവചനം അതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ സമാധാനത്തിൻ്റെ അങ്കി മാറ്റി യാചനയുടെ ചാക്കുടുത്തു. ജീവിതകാലം മുഴുവൻ ഞാൻ നിത്യനായവനോട് നിലവിളിക്കും. ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് രക്ഷിക്കപ്പെടുമെന്ന പ്രത്യാശയാണ്.
തുടർന്നുള്ള വചനം അക്കാര്യം നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. വചനം ഇങ്ങനെയാ: എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ലഭിക്കും. ഞാൻ നിങ്ങളെ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ അയച്ചു. ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടെ എനിക്ക് നിങ്ങളെ ദൈവം എന്നേക്കുമായി തിരികെ നൽകും. സിയോന്റെ അയൽക്കാർ നിങ്ങളുടെ അടിമത്തം ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന രക്ഷ അവർ ഉടൻ കാണും. മഹാപ്രതാപത്തോടും നിത്യനായവൻ്റെ തേജസ്സോടും കൂടെ അത് നിങ്ങൾക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. അവിടുന്ന് നമ്മെ രക്ഷിക്കും. ശത്രുകരങ്ങളിൽ നിന്ന്, അവരുടെ ശക്തിയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്യും. ഈ സമയം ഈശോയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യത്തെ, നിയോഗത്തെ ഈ സമയം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചേ. 3 ദിവസം കൊണ്ട് ജീവിതത്തിൽ അത്ഭുതം നടത്താൻ ശക്തിയുള്ള ആ പ്രാർത്ഥന നമ്മളിപ്പോൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം രോഗിയായ ഒരു സഹോദരിക്ക് വേണ്ടി ഞാൻ ഈ പ്രാർത്ഥന 3 ദിവസം വിശ്വാസപൂർവ്വം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ അത്ഭുതകരം ആ സഹോദരിയിൽ പ്രവർത്തിക്കുകയും ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ സഹോദരിക്ക് ഒരു കുഴപ്പവുമില്ല എന്നും ഇനി മുന്നോട്ട് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല എന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. ഇതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ഉടനടി ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്നാണ് വചനം പറയുന്നത്. അതുപോലെ നമ്മുടെ എന്തൊരു നിയോഗത്തിന് വേണ്ടിയും നമ്മൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചോ, ആ വിശ്വാസത്തിന്മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, നീ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ഈ വലിയ ആവശ്യ നേരത്ത് ഈ സമയം നമ്മുടെ ആവശ്യം മനസ്സിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ. അതുവഴി പിതാവായ ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടല്ല, അങ്ങയുടെ ആവശ്യമായി ഇത് മാറുമല്ലോ. ആമേൻ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, നീ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ഈ വലിയ ആവശ്യ നേരത്ത് എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ. അതുവഴി പിതാവായ ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടല്ല, അങ്ങയുടെ ആവശ്യമായി മാറുമല്ലോ. ആമേൻ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, നീ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ഈ വലിയ ആവശ്യ നേരത്ത് എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ. അതുവഴി പിതാവായ ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടല്ല, അങ്ങയുടെ ആവശ്യമായി മാറുമല്ലോ. ആമേൻ. യേശുവിനാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചിടണമേ. യേശുവിൻ തിരുനിണമേ, എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃത്തടജലമേ, എന്നെ നിത്യം കഴുകണമേ. യേശുവിൻ പീഠകളേ, എന്നെ സുധീരനാക്കണമേ.
എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥാ നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. വിശുദ്ധ കുരിശിൻ്റെ അതിശക്തമായ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കുരിശിൻ്റെ സംരക്ഷണം തേടാം. ഓ ആരാധ്യനായ ദൈവമേ, രക്ഷകനായ യേശുക്രിസ്തുവേ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ. വിശുദ്ധ കുരിശേ, എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എൻ്റെ ആത്മാവിനെ സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എനിക്ക് നിത്യജീവൻ നൽകണമേ. ഓ ക്രൂശിതനായ നസ്രായക്കാരൻ യേശുവേ, ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവേശു മിശിഹായുടെ തിരുരക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖവെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിക്കേദെമോസും യൗസേപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നും ഇറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. കർത്താവായ യേശുവേ, എന്നിൽ കനിയണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യൗസപിതാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഭയം കൂടാതെ കുരിശ് വഹിക്കുവാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ. അങ്ങയെ അനുഗമിക്കാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ. ആമേൻ. കാവൽ മാലാഖയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാ വിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃതസമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.